ചേട്ടാ ഓവറോൾ ആവറേജ് ആയിട്ട് തോന്നിയ സെക്കൻഡ് ഹാഫ് ഒരുമാതിരി അനാവശ്യ വലിച്ചു നീട്ടിൽ കുറച്ച് ലാഗ് ഒക്കെ തോന്നി. ഏത് ലെവലിലോ ഏത് ഇതിലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ലെവലിലോ പിന്നെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ ചുമ്മാ ഓവർ എക്സാഗറേറ്റ് ചെയ്ത് വേറൊരു അനാവശ്യ ലെവലിലോട്ട് കൊണ്ടുപോയെന്നാണ് എൻ്റെ ഒരു ഫീൽ. ഫൈറ്റ് സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു, പക്ഷെ ഓവറോൾ സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കായിട്ട് ലാസ്റ്റ് ഒക്കെ ആയപ്പോ കുറച്ച് അനാവശ്യമായിട്ട് ഇതായിട്ട് തോന്നി. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു വൺ ടൈം വാച്ച് സിനിമയാണ്. ആക്ഷൻ സീക്വൻസ് എല്ലാം അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി എടുത്തു നോക്കിയാലും നല്ല വർക്കാണ് ചെയ്തിരിക്കുന്നത്. ആവറേജ് ഒരു അബവ് ആവറേജ് മൂവി. നല്ല പടമായിരുന്നു. രണ്ടാഫും കൊള്ളാം. ഇടയ്ക്ക് ഇച്ചിരി ലാഗ് ഉണ്ടെങ്കിലും കൊള്ളായിരുന്നു. വൺ ടൈം വാച്ചബിളാണ്. ക്ലൈമാക്സ് വർക്കായി. നല്ല പടം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും എല്ലാം നല്ല എൻഗേജിങ് ആണ്. ജേക്സ് വിജയന്റെ മ്യൂസിക് അടിപൊളിയാണ്. പ്രത്യേകിച്ച് ആക്ഷൻസ് അടിപൊളിയാണ്. കുറെ നാൾക്ക് ശേഷം പ്രത്യേകം ഇങ്ങനെ ഒരു ആക്ഷൻ ചെയ്യണം. പിന്നെ ട്രിവാൻഡ്രം മൊത്തം കവർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കൂടുതലും ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ്. ഭയങ്കര എൻഗേജിങ് ആണ്. എന്തായാലും തീർച്ചയായിട്ടും കാണാൻ. കാരണം എല്ലാ ജേൺസും ഉണ്ട്. അതായത് ഇമോഷൻസ് ഉണ്ട്, മിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് ഒരു ജേണലിൽ മാത്രം നിൽക്കുന്ന ഒരു പടമല്ല. മലയാളത്തിലായിരുന്നു ഭയങ്കര പക്ക ആക്ഷൻ ത്രില്ലർ ആണോ? പക്ക ആക്ഷൻ. സ്റ്റോറി ഒക്കെ പ്രെഡിക്റ്റബിൾ ആണോ? അല്ല നമ്മൾ ഇത് മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള മേക്കിംഗ് ഒക്കെയാണ്. കൊള്ളാം, പടം കൊള്ളാം. എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? എഡിറ്റിംഗ് എല്ലാം കൊള്ളാം. ജേക്സ് വിജയുടെ മ്യൂസിക് ഒക്കെയോ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്ലൈമാക്സ് ഒക്കെ ഒരു വൗ ഫാക്ടർ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. മലയാളത്തിൽ ഇതിലായിട്ട് വരാത്തൊരു സബ്ജക്റ്റ് ആണ് ആണെന്ന് പറയാം. എഡിറ്റിംഗ് ഒക്കെ മലയാള സിനിമയിൽ കാണാത്ത രീതിയിലുള്ള വെറൈറ്റി എഡിറ്റിംഗ് കൊള്ളാം. ഡയറക്ഷൻ നല്ല ഡയറക്ഷൻ ആണ്. റോഷാക്കിന്റെ ഡയറക്ടർ അല്ലേ, നല്ല ഡയറക്ഷൻ ആണ്. ജേക്സ് വിജയുടെ മ്യൂസിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. സ്റ്റാർട്ട് ടു നമ്മൾ സ്ക്രീനിൽ പിടിച്ചിട്ടുണ്ടോ? ക്ലൈമാക്സ് ഒക്കെ ഒരു വൗ ഫാക്ടർ ഒക്കെ ഉണ്ടോ? ഉണ്ട്, കുഴപ്പമില്ല, നല്ല പടം.